അപ്പു അപ്പോ താൻ എങ്ങോട്ടാടോ? അത് നടന്ന് തന്റെ മയിൽ വാഹനത്തിന് എന്ത് പറ്റി? പഞ്ചറായോ? എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡോക്ടർ പ്ലീസ്, ഈ നടു റോഡിൽ വെച്ച് എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോവും. ഓക്കെ, താനിപ്പോ എങ്ങോട്ട് വന്നു? അങ്ങനെ പ്രത്യേകിച്ച് പോകാനായിട്ട് ഒരിടമൊന്നുമില്ല. Can you drop me somewhere? Yeah, sure. Please come. മിസ്റ്റർ ജോബിൻ അലക്സിന് ഞാൻ പറയുന്നൊന്നും വിശ്വാസമാവുന്നില്ല അല്ലേ? ജീവിതം അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കുമെന്ന് പണ്ടെവിടെയോ വായിച്ചത് ഓർമ്മയിലുണ്ട്. എന്റെ കാര്യത്തിൽ അത് വളരെ ശരിയാ. സ്വന്തം ജീവിതം അപ്പുവിന് എന്നും ഒരത്ഭുതം തന്നെയായിരുന്നു. ജനിച്ച അന്ന് തന്നെ ട്വിൻ സിസ്റ്ററിനെ പോലൊരുത്തിയെ കൂട്ടുകിട്ടിയത് അത്ഭുതം. എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി അടുത്തടുത്ത് 2 വീടുകളിൽ ജീവിക്കാൻ കഴിഞ്ഞത് അത്ഭുതം. കൗമാരത്തിൽ എപ്പോഴും എന്റെ പെൺ ശരീരത്തിനുള്ളിലേക്ക് ഞാൻ പോലും അറിയാതെ ഒരു ആൺമനസ്സ് നുഴഞ്ഞു കയറിയത് മറ്റൊരു വലിയ അത്ഭുതം. ആണായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച നിമിഷം മുതൽ സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചവരെല്ലാം അകന്നു പോയതും ഉള്ളിലൊരു അത്ഭുതത്തോടെയാ ഞാൻ കണ്ടു നിന്നത്. മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു നടന്നതും അത്ഭുതത്തോടെ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ പിന്തുണയായി എന്നും ഒപ്പം നിന്ന അച്ഛൻ തന്നെ പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായതും അത്ഭുതം. ഒടുവിൽ എന്റെ ആഗ്രഹത്തിന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിൽ അച്ഛൻ സമ്മതിച്ചത് അതിലേറെ അത്ഭുതം. കഷ്ടിച്ച് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സ്നേഹത്തോടെ അച്ഛൻ വിളമ്പിയത് ജീവൻ എടുക്കാനുള്ള വിഷമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതും പ്രസവിച്ച അമ്മ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞ് പടിയടച്ചതും അത്ഭുതം. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഇതുവരെയുള്ള അപ്പുവിന്റെ ജീവിതം ഇൻ ഓൾ സെൻസ്. എന്താ മാഷെ, ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ലേ? ഒരു കാര്യത്തിലുള്ള സങ്കടം. അച്ഛൻ സംവിധാനം ചെയ്ത നാടകമാണ് ഇതൊന്നും തിരിച്ചറിയാതെ കേട്ട ഉടനെ ആവേശം കയറി ഡോക്ടറെയൊക്കെ വെറുതെ വിളിച്ച് കൊതിപ്പിക്കേണ്ടി വന്നു. അതിന്റെ ഒരു ചളുപ്പ് കൊണ്ടാ പെട്ടെന്ന് ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് കരച്ചിൽ വന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെയാ. ഇനി അപ്പു ആരുടെ മുമ്പിൽ കരയില്ല. ഐ ആം ഓൾ റൈറ്റ്. വിജയങ്ങൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായെന്ന് താൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു ചേഞ്ച് BP അങ്കിളിന് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും അങ്കിളിൽ എനിക്ക് തോന്നിയതുമില്ല. എന്നാൽ അപ്പു തന്നെ അത് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ പിന്നെ വിശ്വസിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചതിയോ? പാവം VPയെ അങ്ങനെ ഒരു ചീപ്പായിട്ടൊന്നും വിശേഷിപ്പിക്കില്ല ഡോക്ടർ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എളുപ്പവഴിയിൽ രക്ഷപ്പെടാനുള്ള ഒരു ബ്രില്യൻ മൂവ്. അതിനുവേണ്ടി VP ശ്രമിച്ചത്.
പക്ഷേ ഗീതമ്മയായിട്ട് അത് പൊളിച്ചു കളഞ്ഞു. അമ്മ ആ മണ്ടത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മോർച്ചറിയുടെ തണുപ്പിൽ പോസ്റ്റ്മോർട്ടം കാത്ത് ഞങ്ങളുടെ സന്തുഷ്ട കുടുംബം വെള്ള പൊതച്ച് കിടക്കുമായിരുന്നു. ആന്റിക്ക് എങ്ങനെ മനസ്സിലായി അത് പോയിസൺ കലർന്ന ഫുഡാണെന്ന്? അതെനിക്കും അറിയില്ല. ചിലപ്പോ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വല്ലതും BP അമ്മയുടെ സംഗതി വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഒരു ദുർബല നിമിഷത്തിൽ അമ്മയും അത് സമ്മതിച്ചിട്ടുണ്ടാവും. പക്ഷെ ക്ലൈമാക്സിലേക്ക് അടുത്തപ്പോ അമ്മയ്ക്ക് സങ്കടം തോന്നിയിട്ടാവും എന്റെ കയ്യിൽ നിന്ന് ആഹാരം തട്ടിത്തെറിപ്പിച്ചത്. എന്തായാലും സംഗതി പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ അതിന്റെ പേരിൽ പാവം അമ്മയെ ശപിക്കുന്നുണ്ടാവും BP. മാളുമായിരിക്കും വിളിക്കുന്നല്ലേ. അവളോട് തൽക്കാലം ഇതൊന്നും പറയണ്ട ഡോക്ടർ. പാവം അറിഞ്ഞാ അവൾക്ക് വലിയ സങ്കടവും. നാളെയോ മറ്റോ പറഞ്ഞാൽ മതി. ഇനി എന്താ അപ്പുവിന്റെ പ്ലാൻ? എന്ത് പ്ലാൻ? കാരണം കാണിക്കൽ നോട്ടീസ് പോലും ഇല്ലാതെ പെട്ടെന്നുള്ള പിരിച്ചുവിടലായതുകൊണ്ട് പ്ലാൻ ഇടാനൊന്നും സമയം കിട്ടിയില്ല. ഇനിയിപ്പോ വീണിടം വിഷ്ണു ലോകം. ആ ഒരു ലൈനാ നല്ലതെന്ന് തോന്നുന്നു. അതെ, ചോദിക്കാൻ ലേശം ഉളുപ്പുണ്ട്. എങ്കിലും ഡോക്ടർ സാറിന്റെ കയ്യില് കാശ് വല്ലതും ഉണ്ടാവോ? കയ്യിലില്ലെങ്കിൽ ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്താലും മതി. എത്ര വേണമെന്ന് എനിക്ക്? ഒരു 10,000. പിന്നെ തിരിച്ചു തരാൻ പറ്റുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. എങ്കിലും ശ്രമിക്കുന്നതായിരിക്കും. അത് സമ്മതമാണെങ്കിൽ തന്നാ മതി. കാശ് ഞാൻ തരാം. എന്താ ഇപ്പോ 10,000 റുപ്പീസിന്റെ ആവശ്യം? എന്തായാലും ജീവിതം പെരുവഴിയിലായല്ലോ ഡോക്ടർ. എന്നാ പിന്നെ ആ ഗ്യാപ്പില് ഇന്ത്യ മുഴുവൻ ചുറ്റിയടിച്ചാലോ എന്നൊരാലോചന. 10 പൈസ കയ്യിലില്ലാതെ ഇന്ത്യ കാണാൻ ഇറങ്ങിയവരെ പറ്റിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. കുറച്ച് കാശ് എൻ്റെ അക്കൗണ്ടിലും ഉണ്ടാവും. കൂട്ടത്തിലൊരു 10 കോടി കിട്ടിയ ടെൻഷൻ ഇല്ലാതെ തെണ്ട ഇറങ്ങാമല്ലോ. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. എപ്പോഴത്തേക്കാ താൻ യാത്ര പ്ലാൻ ചെയ്യുന്നത്? ഇന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും രാത്രി വണ്ടിക്ക് സ്ഥലം വിടാൻ പറ്റിയ അത്രയും നല്ലത്. അപ്പോ ഹാപ്പി ജേണി. താങ്ക് യു. അതെ, ആശംസ മാത്രം പോരാ, എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഡ്രോപ്പ് ചെയ്യും വേണം. ശരി, താമ്പാ. താങ്ക് യു. ഇതാ എൻ്റെ വീട്. നമ്മളെന്താ ഇവിടെ? അത് പറയാം. താൻ നല്ല ടയേർഡാ. ഈ കണ്ടീഷനിലൊരു ട്രിപ്പ് പോയാൽ അതിനൊരു മൂഡുണ്ടാവില്ല. അതുകൊണ്ട് ഇന്നൊരു ദിവസം താൻ ഇവിടെ തങ്ങി റെസ്റ്റ് എടുക്കുക. നാളെ ഫ്രഷായി തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു. ഓക്കെ? സോറി, എനിക്കത് കുറച്ച്. ഡു വാട്ട് ഐ സേ. ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ ഇറങ്ങണോ? എത്തിയോ രാജകുമാരൻ? ലേറ്റ് ആവുമെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? അങ്ങോട്ട് വിളിച്ചാ ഫോൺ എടുക്കുകയും ചെയ്യില്ല. അതെ ടീച്ചറെ, വഴക്കൂടാൻ വരട്ടെ. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അവരുടെ മുന്നിൽ വെച്ച് എന്റെ മാനം കളയല്ലേ. ഗസ്റ്റോ? ആര്? ഇറങ്ങി വേടോ. അപ്പോ
അപ്പു എന്താ ഇവിടെ? അതും ഈ നേരത്ത്? എന്താ ജോ, എന്താ ഉണ്ടായത്? അപ്പു വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ മമ്മി. ഗീതാൻറ്റി ഇറക്കി വിട്ടു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഗീതയോ? ഇവളെ ഇറക്കി വിട്ടെന്നോ? എന്തൊക്കെയാ ജോ നീ ഈ പറയുന്നേ? തമാശ എടുക്കാതെ എന്താ ഉണ്ടായതെന്ന് പറ. സത്യമാ മമ്മി ഞാൻ പറയുന്നത്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇന്ന് അപ്പുവിന്റെ വീട്ടിലുണ്ടായി. വിജയങ്ങള് ഒരു അബദ്ധം കാണിച്ചു. അപ്പുവിനോടുള്ള വാശിക്ക് ഫുഡിൽ പോയിസൺ ചേർത്ത് ഒരു കൂട്ട ആത്മഹത്യക്കുള്ള ശ്രമം നടന്നു. എന്തോ ഭാഗ്യത്തിന് സമയമായപ്പോൾ ഗീതാന്റെ കാല് മാറി. അങ്ങനെ വലിയൊരു അപകടം ഒഴിവായി. ജീസസ്, എന്തൊക്കെയാ ജോ നീ പറയുന്നത്? വിജയ് അങ്ങനെ ചെയ്തെന്നോ? ഇല്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. വിജയ് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ആ വിശ്വാസം ആന്റിയെ പോലെ തന്നെ എനിക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് വെറുതെ ആണെന്ന് വിജയ് പണിക്കർ ഇന്ന് തെളിയിച്ചു. അതിന്റെ പേരില് ഗീതാന്റെ അങ്കിളുമായിട്ട് വഴക്ക് നടന്നു. അപ്പുവിനെ ഇനി അവിടെ നിർത്തിയ അങ്കിൾ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പേടിച്ച് അപ്പുവിനോട് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാൻ പറഞ്ഞു ഗീതാൻറ്റി. അങ്ങനെ ആള് സിറ്റി കറങ്ങി നടക്കുമ്പോൾ എന്റെ മുന്നിൽ വന്ന് പെട്ടത്. എല്ലാം അറിഞ്ഞപ്പോ ആളെ കൈയോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു. ഇനിയിപ്പം മിഴിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നല്ല ടയർഡാ. ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. മമ്മി ആദ്യം അപ്പൂന് നമ്മുടെ ഗസ്റ്റ് റൂം ഒന്ന് കാണിച്ചു കൊടുക്കുക. പോട്ടെ മോളെ, ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. നിനക്ക് ഞങ്ങളുണ്ട്. വാ. എവിടെ പോയതാ? മോള് അന്വേഷിച്ച് ഇറങ്ങിയതായിരിക്കും. എന്നിട്ട് കിട്ടിയോ അവളെ? കിട്ടില്ല, കിട്ടില്ല നിങ്ങൾക്ക് അവളെ. കാരണം ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിക്കായിരുന്നു അവളെ നിങ്ങളുടെ കയ്യിൽ കിട്ടരുതേ എന്ന്. എന്ത് പറ്റവരുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരിക്കില്ലല്ലോ. കൊല്ലാൻ ശ്രമിച്ചിട്ട് തിരക്കി ഇറങ്ങിയിരിക്കുന്നു. ഇനി അഥവാ നിങ്ങൾ അവളെ കണ്ടെത്തിയാൽ പോലും നിങ്ങളെ പോലൊരു ദുരഭിമാനിയെ ഇനി സ്നേഹിക്കാൻ അപ്പൂര് കഴിയില്ല. അവൾക്ക് നിങ്ങളെ അറപ്പാണ്, വെറുപ്പം, ദേഷ്യമാണ്, പേടിയാണ്. ഹായ്, റൂം ഇഷ്ടമായത് എനിക്ക്. ഇത്രയും നല്ല റൂം ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഡോക്ടറെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കൊതുകടിയും കൊണ്ടിരുന്ന നേരം വെളുപ്പിക്കാനിരുന്ന എന്നോട് തന്നെ ഇത് ചോദിക്കണം. ഡെയ്സി ടീച്ചറിന്റെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. എത്ര പറഞ്ഞിട്ടും BP അങ്കിള് തന്നെയാണോ അത് ചെയ്തതെന്നാ മമ്മിയുടെ ഡൗട്ട്. അതിനെ കുറ്റം പറയാൻ പറ്റില്ല ഡോക്ടർ. എല്ലാവരുടെ മനസ്സിൽ BP കുറിച്ച് അങ്ങനെയുള്ള ഇമേജ് അല്ലേ ഉള്ളത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ BP പരിചയമുള്ളവർക്ക് അത് അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇനി എന്താ അപ്പൂന്റെ പ്ലാൻ? നാട് കാണാൻ ഇറങ്ങാൻ തന്നെയാണോ? യെസ്, നാളെ രാവിലെ തന്നെ ഞാനിവിടെ നിന്ന് പോവും. പറ്റിയ പുലർച്ചയ്ക്ക് തന്നെ. ആൻറ്റിയും ഡോക്ടറൊന്നും വിളിച്ചുണർത്തി ശല്യപ്പെടുത്താനൊന്നും നിൽക്കില്ല.
പോവുകയോ? എവിടേക്ക്? അല്ല ആന്റി, ഞാൻ ആരും ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. അഥവാ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മതി, കേട്ടല്ലോ? ടീച്ചർ വടിയെടുത്ത് കഴിഞ്ഞു. ഇനി അനുസരിക്കുന്നതാവും തനിക്ക് നല്ലത്. അപ്പോ ഈ മാനസികാവസ്ഥയിൽ എങ്ങോട്ട് പോയാലും നീ ഉദ്ദേശിക്കുന്ന ഒരു ഫലവും അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് മോൾ ഇവിടെ കഴിയുന്നത്. നോക്ക്, ആരുമില്ലാത്തൊരു കുട്ടിയല്ല നീ. നിനക്കെല്ലാവരും ഉണ്ട്. അമ്മയെപ്പോലെ സ്നേഹിക്കാൻ ഈ ആന്റിയുണ്ട്. കൂടപ്പിറപ്പിന്റെ സ്ഥാനത്ത് ദാ ഇവനുണ്ട്. ഒരു കുറവും വരാതെ നിന്നെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എത്ര കാലം വേണമെങ്കിലും നിനക്ക് സന്തോഷത്തോടെ ഇവിടെ കഴിയാം. നീ ഇപ്പൊ ആലോചിക്കുന്നത് എന്താണെന്ന് ആന്റിക്ക് മനസ്സിലായി. നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നാലോന്നല്ലേ? നിനക്കിഷ്ടമില്ലാത്തടത്തോളം കാലം നിന്റെ സമ്മതമോ താല്പര്യമോ ഇല്ലാതെ ആരും ഇവിടെ നിന്ന് നിന്നെ കൊണ്ടുപോകില്ല. ആ ഉറപ്പ് ഞാൻ തരുന്നു. പോരെ? പേടിക്കണ്ട. തൽക്കാലം താനിവിടുള്ള കാര്യം തൻ്റെ വീട്ടുകാരറിയാൻ പോകുന്നില്ല. ഇനി അഥവാ അറിഞ്ഞാലും മമ്മി പറഞ്ഞതുപോലെ തൻ്റെ സമ്മതമില്ലാതെ ആരും തന്നെ ഇവിടുന്ന് കൊണ്ടുപോവുകയില്ല. അതുകൊണ്ട് യാത്ര പോകുന്ന കാര്യമൊക്കെ തൽക്കാലം മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് മോള് സ്വസ്ഥമായി സമാധാനത്തോടെ കിടന്നുറങ്ങ്. നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മനസ്സ് ശാന്തമായിക്കൊള്ളും. ഇപ്പൊ റെസ്റ്റ് എടുക്ക. ഞാൻ പോയി ഡിന്നർ റെഡിയാക്കാം. എന്താ ഹോം സിക്നെസ് വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഉറങ്ങാനുള്ള മെഡിസിൻ തരാം. ഡോക്ടറിനെ കളിയാക്കിയതാണോ? ഹോമില്ലാത്തവർക്ക് എന്ത് ഹോം സിക്നസ്? അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെ ഒരു കണക്കിന് ആശ്വാസമായി. അഭിനയിച്ച് അത്രയ്ക്കും മടുത്തു. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഞാനായിട്ട് ജീവിക്കാം. ഗുഡ്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോ രാവിലെ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഇന്ത്യ കാണാനൊന്നും പുറപ്പെടില്ലല്ലോ? ശരി. ഗീത, സോറി. എന്തിന്? നിങ്ങൾ ഉദ്ദേശിച്ച് നടക്കാതെ പോയതിന് ഞാനാ ക്ഷമ പറയേണ്ടത്.